ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ നമുക്ക് രാവിലെ വന്ന് വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഹൃദയം തുറന്ന് ആരാധിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവം നമ്മുടെ മേലെ പകർന്നിരിക്കുകയാണ്. തുടർന്നും പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കും, നിങ്ങളോട് ദൈവഹൃദ്യമായി സംസാരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളെ ആരും ദൈവം വെറുതെ മടക്കി അയക്കത്തില്ല. ഒരത്ഭുതം ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പകൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരയുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാവരെയും എനിക്കറിയത്തില്ല, എല്ലാവരും അറിയത്തില്ല. ഇന്ന് എല്ലാവരും അറിയുന്ന ഒരാൾ വന്നിട്ടുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ആരും മുൻവിധിയോടെ ഇരിക്കല്ല. ഒരു വചനം പറയാൻ തുടങ്ങുമ്പോൾ ഇന്ന് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തിരിക്കാൻ പറ്റും. കർത്താവേ, ഏത് വചനം വേണമെങ്കിൽ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട വിടുതലുകൾ ദൈവം തരും. ഒടുവിലത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. നിങ്ങൾ ആമേൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുകൾ ദൈവം അയക്കും. ഈ അടുത്തൊരാഴ്ചക്കാലത്തേക്ക് വേണ്ട സ്വർഗീയമായ കൃപകൾ, അനുഗ്രഹങ്ങൾ, വചനം ഇന്ന് പകൽ പ്രാപിച്ചിട്ടേ പോകാവൂ. എനിക്കുള്ളതുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. രൂത്ത് ബോവസിൻ്റെ വയലിൽ വന്നപ്പോൾ ബോവസ് പറഞ്ഞൊരു കാര്യമുണ്ട്. മകളെ പെറുക്കാൻ വേറെ വയലിൽ പറഞ്ഞാട്ടെ പോണ്ട, ഈ വയലിലെല്ലാം ഉണ്ട്. പെറുക്കാൻ വേറെ വയലിൽ എന്ത് ചെയ്യണ്ട, പോകണ്ട, ഈ വയലിലെല്ലാം ഉണ്ട്. വയൽ മാറി മാറി പോയിട്ട് കാര്യമില്ല. നിൽക്കുന്ന വയലിൽ ഉറച്ചു ചെന്നാൽ നിനക്ക് വേണ്ടി ഒരു കരുതൽ ദൈവത്തിനുണ്ട്. പിന്നെ ബോവസ് വരുന്ന രണ്ടാമത്തെ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവൾ പെറുക്കാൻ ഇറങ്ങുമ്പോൾ അവൾക്ക് പെറുക്കത്തക്കോണം കറ്റക്കടയിൽ നിന്ന് വലിച്ചിട്ടേക്കണമെന്ന് പിടികിട്ടിയോ? ഇല്ലല്ലേ? അമേൻ. പണ്ട് കണ്ടകൃഷിയൊക്കെ ഉള്ളവരൊക്കെ അറിയത്തുള്ളൂ. ഒരു മണി പോലും പോകാതെ, ഒരു കതിര് പോലും പോകാതെ മുഴുവൻ ശേഖരിച്ച് വെക്കുന്നവരാണ് കർഷകർ. എന്നാൽ രൂത്ത് വന്നെന്നറിഞ്ഞപ്പോൾ ബോവസ് പറയുകയാണ്, അവൾ മോവാബ്യ ദേശക്കാരത്തിയാണ്, അവൾക്കിവിടെ ആരെയും പരിചയമില്ല, അവൾ എന്നെ തന്നെ പരിചയമില്ല, ഇവിടെ ബൈ ചാൻസ് വന്ന് കയറിയതാ. പക്ഷേ എൻ്റെ വയലിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉറങ്ങയോടെ പോകരുത്. പൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ ഒരു കറ്റയും കൊടുത്തില്ല കേട്ടോ, ഒരു കറ്റയും കൊടുത്തില്ല. എന്നാൽ 10 കറ്റ കിട്ടി, ഒരു കറ്റ രൂത്തിനായിക്കോട്ടെന്ന് പറഞ്ഞില്ല. ആമേൻ. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തോ പെറുക്കും, എവിടുന്ന് പറക്കുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം നിനക്ക് വലിച്ചിട്ട് തന്നിരുന്നു. കൈയൊഴിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവളത് മെതിച്ചപ്പോൾ ആമേൻ മടി നിറയെ ധാന്യം. ആമേൻ. വെറും കൈയോടാണ് ഇങ്ങോട്ട് വന്നത്, തിരിച്ചു പോയത് നിറഞ്ഞവളായിട്ടാണ്. കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. രക്തം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കണം. നവോമി ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയപ്പോൾ നിറഞ്ഞവളായിട്ടാണ് പോയത്. അവൾ തന്നെ പറയുന്ന സാക്ഷ്യം, ഞാൻ നിറഞ്ഞവളായി ഇവിടുന്ന് പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്നു. 3 ആൺതുണയും ഒരുമിച്ച് നഷ്ടപ്പെട്ടു. ഒഴിഞ്ഞവളായി വന്ന നവോമിയുടെ കൂടെ വന്ന രൂത്തിനെ ദൈവം മാനിച്ചെങ്കിൽ നിന്നെ അത്രയധികമായി ദൈവം മാനിക്കും. ഇന്ന് പകൽ എനിക്കുള്ള ചിലത് ഇതിനകത്ത് വലിച്ചിട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം പറ. നിനക്കുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. മകളെ പെറുക്കാൻ വേറെ വയലിൽ പോകണ്ട, ഈ വയലിൽ നിനക്കുള്ളതെല്ലാം എൻ്റെ ദൈവം വലിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്കൂടെ പെറുക്കണം, എനിക്ക് നിറഞ്ഞു വേണം ഇവിടുന്ന് പോകാൻ.
ആ ഒരു ആകാംക്ഷയോടെ വന്നവരെ ദൈവം വെറുതെ മടക്കി അയക്കത്തില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ആ ഭാഗത്തിൽ തന്നെ അല്പകാര്യം കൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തീർക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഷാൽ ബി റീഡ് മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 1 to 8. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഗിരിപ്രഭാഷണങ്ങളിൽ വളരെ ശ്രദ്ധേയമായ 3 കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. 1, നിന്റെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കണം. 2, നിന്റെ ദാനധർമ്മങ്ങൾ രഹസ്യത്തിലായിരിക്കണം. 3, നിന്റെ ഉപവാസം രഹസ്യത്തിലായിരിക്കണം. ഈ 3 കാര്യം കർത്താവ് പറയുകയാണ്, ആ രഹസ്യത്തിലായിരിക്കണം. നമ്മൾക്ക് ഈ 3 കാര്യവും പരസ്യമായി ചെയ്യുന്നതാണ് ഇഷ്ടം. നമുക്ക് തന്നെയല്ല, എല്ലാ മനുഷ്യർക്കും. യഹൂദന്മാരുടെ ഇടയിൽ അത് വളരെ പ്രധാനമായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ദാനധർമ്മങ്ങൾ എല്ലാവരും അറിയാൻ അവർ ആഗ്രഹിച്ചിരുന്നു. കർത്താവ് പറയുകയാണ്, ഈ 3 കാര്യങ്ങളും നിങ്ങൾ പരസ്യമായി ചെയ്താൽ കർത്താവ് പറയും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. എൻ്റെ അർത്ഥം പ്രതിഫലം കിട്ടുമെന്നല്ല, ഇവിടെ തന്നെ കിട്ടിപ്പോയി, അവിടെ കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. നീ ചെയ്തതിൻ്റെ പ്രതിഫലം ഇവിടെ നീ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചാൽ അവിടെ നിനക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് 3 കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം പഠിച്ച, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നോക്കണേ, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് എന്ത് തരും? പ്രതിഫലം തരും. ഉറക്കെന്ന് പറഞ്ഞ് പ്രതിഫലം തരും. അപ്പൊ പ്രാർത്ഥന രഹസ്യത്തിലാണെങ്കിൽ അതിന്റെ മറുപടിയും രഹസ്യത്തിലായിരിക്കും. പക്ഷേ രഹസ്യത്തിൽ വരുന്ന മറുപടി നാട്ടുകാർ കാണുക അവർ പരസ്യമായി കണ്ടിരിക്കും. നീ കാണിക്കാൻ പോകണ്ട, ദൈവം അത് കാണിച്ചിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറ്റി, അവരങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു, ആ പിള്ളേരെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു, എന്നറിയത്തില്ല. ആരെങ്കിലും, ഞാൻ ഭൗതികം തന്നെയല്ല പറയുന്നത് കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കല്ലേ, ഭൗതികം മാത്രമല്ല, ഞാൻ ആത്മയോട് ചേർത്താണ് പറയുന്നത്. ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ രഹസ്യത്തിൽ ചെയ്ത ചിലരുണ്ട്, രഹസ്യത്തിൽ വിതച്ച ചിലരുണ്ട്. അവരന്ന് ബഹുമാനം പ്രമാണിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ സർവശക്തനായ ദൈവം തലമുറകളും കഴിഞ്ഞാലും ബൈബിൾ അറിയുന്നു, ദൈവത്തെ മാനിച്ചാൽ 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന്. നിന്റെ വലിയ വല്യപ്പൂപ്പൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, രഹസ്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നിനക്കൂടെ ദൈവം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തെ നീ മാനിക്കുന്നതാണ്. ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. മൊർദെഖായിയെ ആമേൻ അഹശ്വേരോസ് രാജാവ് മാനിച്ചെങ്കിൽ നമ്മളെയും ദൈവം എന്ത് ചെയ്യും? മാനിക്കും. സ്തോത്രം. അടുത്ത് പറയാണ് ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ 16-ാമത്തെ വാക്യം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് തരും? പ്രതിഫലം നൽകും. പറഞ്ഞാട്ടെ, പ്രതിഫലം തരും. ആർക്കാ പ്രതിഫലം തരുന്നത്? രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവന്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവന്, രഹസ്യത്തിൽ കൊടുക്കുന്നവന്, രഹസ്യത്തിൽ ഉപവസിക്കുന്നവന് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും. ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം എനിക്ക് തന്നിട്ട് ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി ചിലതെല്ലാം ചെയ്യാൻ, മനുഷ്യരുടെ മാനത്തേക്കാൾ ദൈവത്തിൻ്റെ മാന്യത വലുതായി തീരത്തക്കോണം കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ അവരെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ചില പറയത്തില്ലേ, ഞാൻ പിടിച്ചു വാങ്ങിച്ചു എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വേണം. നിനക്ക് എന്ത് വേണമെന്ന് കർത്താവിന് എന്ത് ചെയ്യാം? അറിയാം. നമുക്ക് എന്ത് വേണമെന്ന് ദൈവത്തിന് അറിയാം. ആ വേണ്ടതെല്ലാം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇന്ന് വർക്കാലം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ അറിയുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ഒരു ചിന്ത, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാ, ഞാൻ പിടിച്ചു വാങ്ങിച്ചതുകൊണ്ടാ, ആമേൻ, ഞാൻ അത്രയും ഉപവസിച്ചുകൊണ്ടാ, ഞാൻ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടാ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉള്ളൊരു മുൻനിർണയങ്ങളുണ്ട്. നിനക്ക് എന്ത് വേണം, നീ എവിടെ പാർക്കണം, എന്ത് നിലയിൽ മുമ്പോട്ട് പോകണം. ആമേൻ. ഒരു ഭക്തൻ ഒരിക്കൽ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, എനിക്കൊന്നുമില്ലാത്തവനായി തീർന്നിട്ട്, ദരിദ്രനായി തീർന്നിട്ട് ദൈവത്തെ ശപിക്കാൻ എനിക്കിടയാകല്ലേ. അടുത്തവൻ പ്രാർത്ഥിച്ചു: അമിതമായി കിട്ടിയിട്ട് ദൈവത്തെ തള്ളിപ്പറയാനും ഇടയാകരുത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം. അതിൻ്റെ ഇടയിൽ നീ നേരെ നിന്നാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അധികവും വേണ്ട പ്രിയമുള്ളവരെ, തീരെ ഇല്ലാതെ പോകല്ലേ. ഇടങ്കഴി മാവ്, ഇടങ്കഴി, ആമേൻ, മന്ന വീതം അവനവൻ്റെ കൂടാരത്തിൻ്റെ വാതുക്കൽ പൊഴിച്ചു തന്ന ദൈവം അന്ന് കൊടുത്ത പോലെ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് വേണ്ടി ഇന്നും പൊഴിച്ചു തരുന്നു. പലർക്കും അത് ദൈവം തരുന്നതെന്ന് അറിയുന്നില്ല. അവർ പറയുന്നത് അവരുടെ മിടുക്കമുണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ആരുടെ മിടുക്കോ നമ്മുടെ ആരുടെ സാമർഥ്യമോ അല്ല എന്ന് തിരിച്ചറിയണം. എല്ലാം ദൈവത്തിൻ്റെ ആമേൻ കരുണയാണെന്ന് തിരിച്ചറിയാനുള്ള മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാകണം. യാചിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് വേണമെന്ന് ദൈവം അറിയുന്നുണ്ട്. നീ ജനിച്ചു വീണപ്പോൾ തന്നെ നിനക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നീ നടന്നു പോകുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. നീ എവിടെ പാർക്കണമെന്ന് ദൈവം അറിയുന്നുണ്ട്. നീ എവിടെ ആയിരിക്കണമെന്ന് ദൈവം അറിയുന്നുണ്ട്. നിന്റെ തലമുറ എവിടെ ആയിരിക്കണമെന്ന് ദൈവം അറിയുന്നുണ്ട്. നീ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ദൈവം അറിയുന്നുണ്ട്. നിന്റെ നന്മകളെ
മുടക്കി കളയാൻ പിശാച് എത്രയോ പ്രാവശ്യം ശ്രമിച്ചപ്പോഴും നീ അതിനെ തട്ടിമാറ്റി ദൈവം അതിനെ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ജയത്തോട് ജയോത്സവമായി നടത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരു നന്മയുടെ വഴി കരുതി വെച്ചിട്ടുണ്ട്. കൈയടിച്ച് ഉറക്കൊരു സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ വെള്ളിയാഴ്ച പകലെ പവർവിഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമാവ് എന്നെ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ച ഭാഗം രോഗിയായൊരു ഒരു മോനെ കൊണ്ട് ഒരപ്പൻ ശിഷ്യന്മാരടുക്കൽ വന്നു. ശിഷ്യന്മാരെ നോക്കിയിട്ട് അവനെ സൗഖ്യമാക്കാൻ പറ്റിയില്ല. അവനെ ചന്ദ്രരോഗം ബാധിച്ച് തീയിലും വെള്ളത്തിലും അവനെ ഇട്ട് അവൻ നശിപ്പിക്കാൻ നോക്കുകയാണ്. ശിഷ്യന്മാരെ നോക്കിയിട്ട് നടന്നില്ല. ആ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. ആ കാര്യം ഞാൻ പ്രസംഗിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ TV പ്രസംഗിച്ചപ്പോൾ തന്നെ ആ വെളിപ്പാട് പറഞ്ഞു. ആ വെളിപ്പാട് ഇതാണ്: ചില പൊത്തിൻ്റെ അകത്ത് നാളുകളിലായി കൂടിയിരിക്കുന്ന ചില സർപ്പം, തറകൂടിയിരിക്കുന്ന സർപ്പം ശക്തി, ആ സർപ്പശക്തി ആ പൊനത്തിൻ്റെ അകത്ത് തറകൂടിയിരിക്കുമ്പോൾ പാമ്പാട്ടി വന്ന് പാട്ട് പാടും. അതിൻ്റെ മ്യൂസിക്, അത് അവരുടെ മ്യൂസിക് വെച്ച് അത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തറകൂടിയിരിക്കുന്ന ആ സർപ്പം അതിൻ്റെ തല ഉയർത്തി തറ ഒഴിഞ്ഞ് പുറത്ത് വന്ന് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച ദൈവമക്കളൊരു അത് കണ്ടപ്പോൾ ദൈവം എന്നോട് കാര്യം പറഞ്ഞു. വർഷങ്ങളായി, തലമുറകളായി കുടുംബത്തിൻ്റെ അകത്ത് തറകൂടിയിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ അഭിഷേകത്തിന്റെ ശക്തിയിൽ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഒന്നും ചെയ്യാതെ തന്നെ അത് അവിടുന്ന് ഇറങ്ങി പുറത്തു പോവുകയാണ്. ഇന്ന് വർക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. എല്ലാം ചെയ്തിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ, കൈവരുന്ന സാമ്പത്തിക നന്മകൾ ചോർന്നു പോകുന്ന അവസ്ഥ, നിസ്സാര വാക്കിൽ സമാധാനം കെടുത്തുന്ന അവസ്ഥ, പരസ്യകോലമാക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ കെട്ടുകൾ നന്മകളെ ഇല്ലാതാക്കി ശരീരത്തെ ക്ഷീണിപ്പിച്ച് കൈകളെ കെട്ടി, നാവിനെ കെട്ടി, ബുദ്ധിയെ കെട്ടി, കാലയിലെ നഖം മുതൽ മുടി വരെ നിന്നെ ബന്ധിച്ചൊതുക്കാൻ നോക്കുന്ന, നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെയും ഒതുക്കി വെക്കാൻ നോക്കുന്ന ചില സർപ്പശക്തികൾ സാത്താന്റെ ശക്തിയാണ്, ലൂസിഫറിന്റെ ശക്തിയാണ്. നീ വിട്ടാലും വിടാത്ത യേശുവിനെ പിന്തുടരുന്ന മരുഭൂമിയിൽ യേശുവിന്റെ അടുക്കലേക്ക് സാത്താൻ പരീക്ഷിക്കാൻ വന്നത് പോലെ വർഷങ്ങളായി നിന്നെ പരീക്ഷിക്കാൻ നോക്കുന്ന, നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആ പൈശാചിക ശക്തികളെ ഇന്ന് വരെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആരും തൊടാതെ, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ ശക്തികൾ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ആരാധിച്ച് നീ അതിനെ ജയിക്കണം. കൈയടിക്കാൻ ശക്തിയോട് കൈയടിച്ചു. വാതുറക്കെങ്കിൽ ഉറക്ക വാതുറന്നു. നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ശക്തി അവിടെ കാണത്തില്ല. ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയുന്നു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ശക്തി അവിടെ കാണത്തില്ല. പൊതുതീരെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഒരു പാമ്പാട്ടിയുടെ ശബ്ദത്തിന് പാമ്പിനെ പുറത്തിറക്കാൻ കഴിയുമെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതൽ, തൃത്വത്തിൽ മൂന്നാമനായി പരിശുദ്ധമായ ശക്തി പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതൽ അവൻ ആത്മാവിൽ ആരാധിച്ചാൽ ഇന്ന് പകൽ ഏത് കെട്ടാ പൊട്ടാത്ത യേശുവിൻ്റെ നാമത്തിൽ ജയം. ഏത് കെട്ടാ പൊട്ടാത്ത. ഞാൻ വീണ്ടും ആത്മാവിൽ പറഞ്ഞു, നീ ഉറങ്ങിക്കൊണ്ടിരുന്നു, നിന്നോടാ ഉറങ്ങുന്ന നിന്നോടാ സംസാരിക്കുന്നത്. ഇത്ര ശക്തമായ വചനം കേട്ടിട്ട് വാതുറക്കാൻ കഴിയാതെ കൈയും കെട്ടിയിരിക്കുന്ന നിന്നോടാ സംസാരിക്കുന്നത്. എന്നും വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് നിന്നാ പോരാ, നിനക്കൊരു വിടുതൽ വേണ്ട. ഇന്ന് തൽക്കാലം receive the power.
റീബല ഖലദല റൗഡി ജലാദല രക്ഷസ്. റിബല റൗഡ ജല ദല റൗല. അന്യഭാഷ പ്രാപിച്ചവരല്ല അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. ഓ പോരാ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ദൈവ കൃപയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി പോവുക. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ആശുപത്രി ബില്ല് പറഞ്ഞാൽ 10,000 രൂപ 2,000 രൂപ അതൊക്കെ അന്നത്തെ വലിയ ബില്ലായിരുന്നു. ഇന്നലെ ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു, ഹോസ്പിറ്റലിൽ എടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന്. 10 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ എടുക്കത്തുള്ളൂ. കരഞ്ഞോണ്ട് പറയുക, പക്ഷേ ഇനി ഞാൻ എന്ത് വരുന്ന അറിയത്തില്ല, ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാൻ ശ്രമിക്കുക എന്ന്. വലിയ കുടുംബത്തിൽപ്പെട്ടതും നല്ല നിലയിലുള്ളൊരു ഫാമിലിയാണ്. കയ്യിലെ ദുരിശിച്ചു വെച്ചിരിക്കുന്ന തലമുറയെ കെട്ടിക്കാനും അത്യാവശ്യ കാര്യങ്ങൾ നടത്താനും നീ ഒതുക്കി മാറ്റിവെച്ച പൈസ പെട്ടെന്നൊരു രോഗത്തിൻ്റെ പേരിൽ നിന്റെ പോക്കറ്റിനെ കാലിയാക്കുക. അപ്പോൾ ഒരാൾക്ക് സംഭവിക്കുക, നമ്മൾ വിചാരിക്കുക ഞങ്ങൾക്കല്ല അവക്കാണല്ലോ അവനാണല്ലോ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഒരു നിസ്സംഗത കാണിക്കും. പക്ഷേ ഇന്ന് അവക്ക് വന്നെങ്കിൽ നാളെ നമുക്കാണ് വരുന്നത്. ഞാനിവിടെ പറയുന്നു, നമ്മളതിനൊന്ന് പ്രാർത്ഥിച്ച് ജയിച്ചേ ഒക്കത്തുള്ളൂ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നലെ ഒരാൾ വിളിച്ച് പറഞ്ഞു അമോണിയ കൂടുതലാണെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, അമോണിയ കൂടുതലാണ്. അതിന് ട്രീറ്റ്മെൻറ്റാണ്. അത് 1-2 രൂപയുടെ ട്രീറ്റ്മെൻ്റ് അല്ല. ഈ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കകത്തൂടെ ആയിരക്കണക്കിന് വേനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്തൊരു ബൾജിങ് ഉണ്ടാകുമോ, ഒരിടത്ത് ഒരു ബ്ലോക്ക് ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ വെട്ടിമുറിച്ച് അതിൻ്റെ അകത്തൂടെ ചെയ്ത് പിന്നെ നിരന്തര രോഗിയാക്കി പൈസയും പോയി ആളും പോകുന്നൊരവസ്ഥ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നമുക്ക് 2 മിനിറ്റ് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഒരു പ്രത്യേക നിയോഗമാണ്. വീട്ടിൽ തീരുമാനിച്ച് വന്നതല്ല. ഈ വചനത്തിന് മുമ്പിൽ ഞാൻ പറയുകയാണ്, പാമ്പ് തിറകൂടിയിരിക്കുന്ന പോലെ അകത്തെ കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് അഴിയണം, അഴിഞ്ഞ് പുറത്തു പോകണം. പുറത്തു പോകണം. നമ്മുടെ പൈസ പോകാൻ പാടില്ല, പാടില്ല. ആർക്കായാലും സഭ ഒരു ശരീരമാണ്. എല്ലാവരും കൈയടിച്ച് ആരാധിച്ചോ. അവരവരുടെ കുടുംബത്തെ രക്തത്തെ മുദ്രയിട്. ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പറ്റൂ. സായിപ്പിൻ്റെ ആശുപത്രി പുഷ്പകരിയും ബിലീവേഴ്സും ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പൈസ ചോരാൻ പാടില്ല. ചുമതല ബോധമുള്ളവർ, ഉത്തരവാദിത്തമുള്ളവർ, കാര്യഗൗരവമുള്ളവർ ഇന്ന് കണ്ണടച്ച് കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് അതിനെ ജയിക്കണം. കർത്താവേ കർത്താവേ കർത്താവേ, നീ ഞങ്ങളെ സഹായിച്ചാൽ പറ്റൂ. എത്രയും കൈയടിക്കാമോ അത്രയും കൈയടിക്കണം, എത്രയും വാതുറക്കാമോ അത്രയും വാതുറക്കണം. അഭിഷേകത്തിന്റെ ശക്തിയിൽ നീ ദൈവത്തെ സ്തുതിക്കണം. Yes.
1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഒരു വിടുതലും ഉണ്ടാകാത്തതിനേക്കാൾ എത്രയോ നല്ലതാ ഒരു 10 മിനിറ്റ് ആരാധിച്ച് കെട്ടുമുട്ടുന്നത്. പ്രസംഗത്തിന്റെ പോയിന്റ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ആമേ, ശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ മേൽ കെട്ട് കർത്താവ് പൊട്ടിക്കും. നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി ആരാധിക്കാൻ പോകുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആരാധിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന് കടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുക. അതിനുശേഷം പ്രസംഗിക്കുന്നതായിരിക്കും. അമേരിക്കയിലെ കുടിയേറിപ്പാർത്ത അനധികൃതമായി താമസിച്ച കുടിയേറ്റക്കാരെ അമേരിക്കൻ ഗവൺമെൻറ് അവിടുന്ന് ഫ്ലൈറ്റ് നാട്ടിലെത്തിക്കുകയാണ്. അവരെ ഫ്ലൈറ്റ് കയറ്റിയ നാട്ടിൽ വരുമെന്ന് അവർക്കറിയാം. പക്ഷേ അവരുടെ നിയമം അനുസരിച്ച് ചെയ്യുന്നത് കയ്യിലും കാലിലും ചങ്ങലയിട്ട് കൊണ്ടുവരിക, തടമുറുകളിലേക്ക് കൊണ്ടുവരുന്ന പോലെ. എന്നിട്ട് അവിടെ പഞ്ചായത്ത് വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ ചങ്ങല പൊട്ടിക്കുന്നത്. പരിശുദ്ധം എന്ന് തൽക്കാലം പറയുന്നു, പുറമേ കാണത്തക്ക ഒന്നുമില്ലെങ്കിലും അമേരിക്കക്കാര് അനധികൃത കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് കെട്ടി ഇറക്കുന്നത് പോലെ ചില കുടുംബങ്ങളെയും തലമുറകളെയും നാളുകളായി ചങ്ങലയിട്ട് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ചില ചങ്ങലയിട്ട് കെട്ടിവെച്ചിരിക്കുക. ആമേ, ഇന്ന് പകൽക്കാലം നമുക്ക് കെട്ട് പൊട്ടിക്കണം. കാലിൻ്റെ ചങ്ങല അഴിയണം, കൈയുടെ ചങ്ങല അഴിയണം. ഈ ആരാധനയ്ക്ക് വരുമ്പോൾ ഇന്നൊരു വിടുതൽ കിട്ടിയാൽ ഈ ആഴ്ച ഒരു പടക്കുതിരയെ പോലെ. ഇനി രോഗിയല്ല, നിന്റെ 5 പൈസ ഇനി ആശുപത്രി പോകാൻ പാടില്ല. ഇന്ന് പകൽ കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ കെട്ട് നമ്മളൊന്ന് പൊട്ടിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ ചേർന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളിട്ട് കർത്താവെ ഞങ്ങളെ ആശുപത്രിയിൽ ഒതുക്കി സാമ്പത്തികത്തെ ചോർത്തുന്ന ആ ദുഷ്ടവ്യാപാരത്തെ ഞങ്ങൾ ഇന്ന് വാക്കാലം യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ ഹോളിൽ ഇന്ന് കാലുകുത്തിയവരും ഇവിടെ കൈയടിച്ച് ആരാധിക്കുന്നവരും സ്തോത്രം പറയുന്നവരും അവരുടെ കുടുംബങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും വിദേശത്തായിരിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളും ആമേൻ ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ഓടുന്ന വചനം അയച്ച് ദൈവത്തിന്റെ ശക്തി അയച്ച് ആ ദുഷ്ടശക്തിയെ ഞാൻ നിർവീര്യമാക്കുകയാണ്. ആമേൻ, ആമേൻ. ആ സർപ്പശക്തി പുറത്തു പോട്ടെ, ആ രോഗശക്തി പുറത്തു പോട്ടെ. ക്യാൻസറിന്റെ, ഷുഗറിന്റെ, പ്രഷറിന്റെ, ആമേൻ, ഡിപ്രഷന്റെ, മാനസിക രോഗമിട്ട് ആമേൻ, ആമേൻ ഒതുക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദീപലമൗടെ കമ്പലമൗടി ജാലക്കാല റപ്പപ്പാറ റമ്പൽ മൗടി ജീലമലക്ഷ സപ്തലവാല കമ്പല മൗഢമലക്ഷ. കർത്താവേ, ഞങ്ങളുടെ ബ്ലഡ് റിസൾട്ടുകൾ ഞങ്ങൾക്ക് ഭയക്കുന്നതാകാൻ പാടില്ല. ഈ അഖിലാണ്ട ഘടകത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൊച്ചു ശരീരത്തെ നിയന്ത്രിക്കണേ. ഒരു കണ്ടന്റോ കർത്താവെ കൈവിട്ട് പോകല്ലേ. ആശുപത്രി വരാതെ കറങ്ങാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങളെ കൊണ്ടുപോകല്ലേ. കൈവിട്ട് പോകല്ലേ കർത്താവേ, കൈവിട്ട് പോകല്ലേ, കൈവിട്ട് പോകല്ലേ കർത്താവേ. നിങ്ങൾ ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥിക്കണം. ഇവിടെ രാവിലെയും വൈകിട്ടും നമ്മുടെ ഗൂഗിൾ മീറ്റ് പ്രെയർ ഉണ്ട്. ഇത്രയും പേര് കൂടുന്ന ഏകദേശം 1000-ഓളം പേര് കൂടുന്ന ഈ സഭയിൽ വെള്ളലുണ്ടാകുന്ന ആളുകൾ മാത്രമേ അതിനകത്ത് പ്രവേശിക്കുന്നുള്ളൂ. എനിക്കതിൽ വളരെ പ്രയാസമുണ്ട്. നിങ്ങൾക്ക് മൊബൈൽ ദൈവം തന്നിരിക്കുന്നത് ദൈവനാമത്തെ ഉയർത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയാൻ വയ്യായെങ്കിൽ, അതിനകത്ത് എൻ്റർ ചെയ്യുന്ന അറിയാൻ വയ്യായെങ്കിൽ അറിയാമെന്നുണ്ട് അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ സെൽ പാസ്റ്റർമാരോട് ചോദിക്കണം. ഓർക്കുക, രാവിലെ 6 തൊട്ട് 6:45 വരെയുള്ള സമയം 45 മിനിറ്റേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പോ പിൻപോ നിങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ നടക്കുന്നൊരു കാര്യം, ഇത്രയും പേര് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും പേര് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന, സെൽ പ്രാർത്ഥന വെക്കുന്നതിനേക്കാൾ എഫക്റ്റാണ്
ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കയറുന്നത്. ചില പ്രാർത്ഥന വെക്കണമെങ്കിൽ നമുക്ക് ചിലവുണ്ട്, സാമ്പത്തികമായിട്ട് ചിലവുകളുണ്ട്, ഫുഡ് കൊടുക്കണം. പക്ഷേ ഇത് ഒന്നുമില്ലാതെ ഈ സഭയിലെ 100 പേര് നിങ്ങളുടെ പെരയ്ക്കകത്ത് വരികയാണ്. രാവിലെ 6 തൊട്ട് 6:45 വരെ, വൈകിട്ട് 9 തൊട്ട് 10:15 വരെ നമ്മളതിനകത്ത് ജോയിൻ ചെയ്തിട്ട് ആ പ്രാർത്ഥന കയറിയാൽ ഒരു പ്രാർത്ഥന അതാത് ദിവസത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടെ പറയും. രോഗി വിവരങ്ങളോ സഭയുടെ വിവരങ്ങളോ ഒക്കെ അവിടെ അനൗൺസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് തൊട്ട് ഞാൻ അത് ഇത്ര നാൾ ഞാൻ അങ്ങനെ ഗൗരവമായി പറഞ്ഞില്ല. ഞാൻ ഇന്ന് തൊട്ട് ഗൗരവമായി പറയുകയാണ്. എല്ലാ വിശ്വാസികളും രാവിലെ നിർബന്ധമായിട്ട് അതിൽ കയറി പ്രാർത്ഥിക്കണം. ഒന്നേ രാവിലെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വൈകിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഒരു വലിയ ചങ്ങലയാണ്. പല ആളുകളും എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് വലിയ വിടുതലുണ്ടായി, വലിയ അപകടം ഒഴിവായി കിട്ടി. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും എല്ലാ കുഞ്ഞുങ്ങളും അമ്മയെ പ്രാർത്ഥിക്കാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ കയറുന്നിരുന്നത് വരെ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധ പ്രേരണ ഉള്ളവർക്ക് പ്രാർത്ഥിക്കാം. 3, 4, 5 പേർക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ട്. ഒരു പ്രാർത്ഥന അന്തരീക്ഷം, ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിൽ മൂവ് ആകും. അങ്ങനെ 2 പേരെ എല്ലാ ദിവസവും ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വൈകിട്ടുമുള്ള നമ്മുടെ ഈ പ്രാർത്ഥന, ഈ ഗൂഗിൾ മീറ്റ് പ്രാർത്ഥന ഒരു വലിയ വിടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചൊവ്വാഴ്ച പകൽ സ്വയംഭര പ്രാർത്ഥന, വെള്ളിയാഴ്ച പകലെ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച രാത്രി 9 തൊട്ട് 10 വരെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം വർഷം മുഴുവൻ തുടരുകയാണ്. അപ്പോൾ വിഷയം വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കല്ലേ, വിഷയം വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു വിടുതൽ ദൈവം നമുക്ക് വേണ്ടി നൽകി തരും. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് വൈകിട്ട് തൊട്ട് വൈകിട്ട് 9 തൊട്ട് 10:15 വരെ 45 മിനിറ്റേ ഉള്ളൂ. രാവിലെ 6 തൊട്ട് 6:45 വരെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പ്രായമുള്ളവരും നിർബന്ധമായിട്ട് ഇന്ന് തൊട്ട് ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കണം. നമുക്കൊരു വലിയ അത്ഭുതം ഈ ആഴ്ചകൾ നടക്കണം. അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കാര്യം മൂർത്തിയുടെ സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കാര്യങ്ങൾ രഹസ്യത്തിലായിരിക്കണമെന്ന് യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ദാനധർമ്മങ്ങളും എങ്ങനെയായിരിക്കണം? രഹസ്യത്തിൽ ആയിരിക്കണം. ഒരു വാക്യം ഒന്ന് വായിച്ചുമ്പോൾ പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ആരാധിക്കാനാണ് പരിശുദ്ധ നൽകുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 35 മുതൽ 40 വരെ വാക്യം പെട്ടെന്ന് വായിച്ച്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 35 മുതൽ 40 വരെ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. അതിന് 2 വാക്യം മേപ്പോട്ട് കയറി വായിച്ച്. വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ. ആ കണ്ണിക തുടങ്ങുന്നതിന് ആദ്യം തൊട്ടത് വായിച്ച്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി. മനുഷ്യപുത്രന്റെ തേജസ് വിശദമായി പറയാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് പറയാം. മനുഷ്യപുത്രന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. കർത്താവ് വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ആരിയിരിക്കും? കർത്താവ് ഇരിക്കും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പശ്ചാത്തലം, അതിന്റെ സ്ഥലങ്ങളൊന്നും പറയാൻ സമയം, ഒരു കാര്യം മാത്രം പറയാനാണ് ഇരിക്കും. അടുത്തത് സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. കർത്താവ് തന്റെ സിംഹാസനത്തിൽ വരുമ്പോൾ സകല ജാതികളെയും തന്റെ മുമ്പിൽ എന്ത് ചെയ്യും? കൂട്ടും. അടുത്തത് അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച്. അപ്പൊ കർത്താവ് തന്റെ മുമ്പിൽ വരുന്ന സകലമായ ആളുകളെയും സർവരെയും രണ്ടായിട്ട് എന്ത് ചെയ്യും? തിരിക്കും. ചെമ്മരിയാടിനെയും കോലാടിനെയും തിരിക്കുന്ന പോലെ. എന്ന് പറഞ്ഞാൽ ഇടയന്മാരുടെ ഇടയിൽ 2 ടൈപ്പ് ആടുകളുണ്ട്. ചെമ്മരിയാടുമുണ്ട്, കോലാടുമുണ്ട്. 2 സ്വഭാവം 2 ടൈപ്പാണ്. അപ്പോൾ 2 ഒരുമിച്ച് നിർത്താൻ ഒക്കത്തില്ല. അത് ചെമ്മരിയാടിനെ ഒരു സെക്ഷനാക്കും, കോലാടിനെ അങ്ങനെയാണല്ലോ. എല്ലാ ആടും അങ്ങനെ അല്ലല്ലോ. ചില ആട് മുട്ടനാടുണ്ട്, ഇടിക്കുന്ന ആടുണ്ട്, പിന്നെ പല ടൈപ്പ് ആടുണ്ട്. അതൊന്നും പറയാൻ പോയെന്നൊരു സമയം കിട്ടത്തില്ല. എല്ലായിടത്തും ഉണ്ട്. പെരയ്ക്കകത്ത് തന്നെ പല ടൈപ്പ്. ചില വീട്ടിൽ ചെമ്മരിയാടും കോലാടും അല്ല 2 കൂടി ചേർന്ന ആടുകളുണ്ട്. അയ്യോ, രാവിലെ തൊട്ട് തുടങ്ങുന്ന ഇടി രാത്രി വരെ ഇടിയാണ്. ആ ഭാഗം ഞാൻ വിടുകയാണ്. പല ടൈപ്പ് ആടുകളുണ്ട്. അത് പഠിക്കേണ്ട ഒരു വിഷയം, ആടുകളുടെ ഓരോ രീതി. അപ്പം ഇവിടെ പല ടൈപ്പ് ആടുകളുണ്ട്. പിന്നെ അത് 2 പ്രത്യേകം പറയാണ്, ചെമ്മരിയാടും കോലാട്. 2നെ കൂടെ എന്ത് ചെയ്തു? തിരിച്ചു. അടുത്ത ചെമ്മരിയാടുകളെ തന്നെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ചെമ്മരിയാടെ കുറച്ച് ഡീസൻ്റ് ആണെന്ന് തോന്നുന്നു, അവരെ കുറച്ചുകൂടി നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ എങ്ങോട്ട് തിരിച്ചു?
വലത്തോട്ട്. മറ്റവരെ എന്ത് ചെയ്തു? ഇടത്തോട്ട്. അടുത്ത് വായിച്ചു. നമ്മൾ ഏത് ഭാഗത്തോട്ടാ പോകുന്ന ഇവിടെ തന്നെ ഇരുന്ന് ചിന്തിച്ചോളൂ, ഏത് ഭാഗത്തോട്ടാണ്. അടുത്ത് വായിച്ചു. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. കർത്താവ് പറയാണ്, എന്റെ വലത്തുള്ളവർ പറയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പൊ വലത്തുള്ളവരെ പ്രത്യേകമായി സെലക്ട് ചെയ്ത് അവർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പിതാവിനുള്ള സ്ഥലത്തേക്ക് അവരെ കയറ്റാൻ വേണ്ടി പോവുകയാണ്. അടുത്ത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. അവരെ അങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുള്ള കാരണം പറയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു? ഭക്ഷിപ്പാൻ തന്നു. അടുത്ത്, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അടുത്ത്, അതിന് നീതിമാൻ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലല്ലോ. അങ്ങേ ഞങ്ങൾ വിശന്നും ദാഹിച്ചും കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ ഈ പറയുന്നത്? അവർക്കൊന്നും പിടികിട്ടുന്നില്ല. ഞങ്ങൾ എപ്പോൾ നിങ്ങൾ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? അങ്ങ് പറഞ്ഞ ഒരു ലെവലിൽ ഞങ്ങൾ ഇന്ന് വരെ അങ്ങ് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നുവെന്ന് ഉത്തരം പറയും. ഞങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും അങ്ങേ ഒരിടത്ത് പോലും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. അടുത്തത്, രാജാവ് അവരോട് എന്റെ ഈ ഏറ്റവും ചെറിയ അവിടെ പോയിന്റ് കിടക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞ് അവർക്കൊന്നും പിടികിട്ടായിരുന്നപ്പോൾ കർത്താവ് പറയാണ്, രാജാവ് അവരോട് പറയാണ്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. അപ്പൊ കർത്താവ് പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് ചെയ്താ? ഒന്ന് പറ. മുമ്പത്തെ ശക്തിയെല്ലാം പോയോ? കൊടുക്കുന്ന കാര്യമാണ് പറയാൻ വരുന്നത്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാർക്ക് ചെയ്തതാ? പറ. എനിക്ക് ചെയ്താ. പക്ഷെ ഞങ്ങൾക്ക് ഈ വിഷയം, ഞങ്ങൾക്ക് ഈ വചനമൊന്നും വേണ്ട. ഞങ്ങൾക്കിപ്പം ഇന്ന് എന്നെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോകണം. ഇന്ന് ഞങ്ങൾക്ക് എത്ര കാര്യം സാധിക്കും. മാർജിൻ ഫ്രീ മാർക്കറ്റിൽ വരുമ്പോൾ സാധനം എടുത്ത് കൊട്ടക്കകത്ത് ഇടുന്ന പോലെ, ബാസ്ക്കറ്റിൽ ഇടുന്ന പോലെ എത്ര വിഷയം ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഉന്തിക്കൊണ്ട് കാറെ കെട്ടിക്കൊണ്ട് പോകാം. ഇതാണ് നമ്മൾ, അങ്ങനെയല്ലേ നമ്മൾ ചെല്ലുന്നത്. ലൂലു മാളിൽ ചെന്ന് കയറുമ്പോഴേ അവിടെ ഒരു ഉരുട്ടുന്ന സാധനം കിട്ടും. അത് വണ്ടിയാണ്. ആ വണ്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ഇഷ്ടമുള്ള എല്ലാം പെറുക്കിയിട്ട് പൈസ കൊടുത്ത് തിരിച്ച് വന്ന് നമ്മുടെ ഇവിടെ വന്ന് പാർക്കിലോട്ടി വന്ന് ആ സാധനം എല്ലാം പെറുക്കി വണ്ടി കത്തിട്ട് അത് സാധനം ആ വണ്ടി തെളിയിട്ട് വെച്ച് നമ്മൾ തിരിച്ചു പോകും. തിരിച്ചുമ്പോഴും പറിച്ചുമ്പോഴും ചില വണ്ടിയുടെ മുമ്പ് ഇട്ട് വെച്ച് പോകും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കത്തില്ല. അപ്പോൾ സാധനം കിട്ടി കഴിയുമ്പോൾ നമ്മുടെ പ്ലാനാകും മാറും. എവിടെ ഇട്ടാൽ തന്നെ, ഇവിടെ കൊടുത്താൽ തന്നെ, അതൊരു വിഷയമല്ല. ഇതുപോലെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ പാസ്റ്റർ എത്ര വിഷയം ഈ ബാസ്ക്കറ്റ് കയറ്റി എൻ്റെ വണ്ടിയെ കെട്ടിക്കൊണ്ട് പോകാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ കർത്താവ് പറയുന്നു, മോനെ അങ്ങനെ ഒറ്റയടിക്കൊന്നും പോകാനൊക്കത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് ചെയ്തേ ഒക്കത്തുള്ളൂ. ഈ ചെറിയവരിൽ ഒരുവൻ എന്ത് ചെയ്യണം? ചെയ്യണം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്താൽ അത് ആർക്ക് ചെയ്തിരിക്കുക? കർത്താവിന് ചെയ്തു. അടുത്ത വായിച്ചേ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, പിന്നെ മറ്റേ പിള്ളേർ വന്നിട്ടുണ്ട്. അവരെവിടെ നിൽക്കുക? അവരെ പേരെന്തുവാ? കോലാട്. ഇടത്തേക്കുന്നൊരു പേര് കോലാടാണ്. അവരോട് പറയാണ്. അടുത്ത വായിച്ച്. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടും പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. ഞങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ. പിന്നെന്തീ പറയുന്നേ?
അവൻ അവരോട്, ആ. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ആ. നിങ്ങൾ ഈ ചെയ്യാഞ്ഞിടത്തോളം ഏറ്റവും ചെറിയവരിൽ ഒരുത്തൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അതൊരു തീരെ ബലഹീനനാണെന്നും കണ്ടാൽ കൊള്ളാത്തവനാണെന്നും പാവപ്പെട്ടവനാണെന്നും നീ ഇഗ്നോർ ചെയ്യുന്ന ഒരു ആൾക്ക് നീ രഹസ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവ രഹസ്യത്തിൽ അത് കണ്ടിട്ട് അവിടെ കുറിച്ചിട്ടിട്ട് പറയും, അത് അവനല്ല ചെയ്തത്, അത് ആർക്കാ ചെയ്തത്? ഉറക്കെ പറ, പിടികിട്ടുന്നുണ്ടോ? ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്താൽ, നീ ചെറിയവരെന്ന കാര്യത്തിൽ ആൾക്ക് നീ ചെയ്താൽ അത് ആർക്ക് ചെയ്തിരിക്കുക? അത് എനിക്ക് ചെയ്തിരിക്കുക. അടുത്ത വായിച്ചേ. ഇവർ നിത്യദണ്ഡനത്തിലേക്ക്, നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ആ, അത്രയുള്ളൂ, തീർന്നോ? അപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തത് ആർക്ക് ചെയ്തിരിക്കുക? എനിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നമ്മളെ കൊണ്ട് ജീവിക്കുന്ന കാലത്ത് ഒത്തിരി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തുകയുടെ കൂടുതലോ കുറവോ ഒരു വാക്കുകൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ, ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേരും എന്നുള്ള സർക്കിൾ വിട്ടിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവരെ, നമുക്ക് നേർക്കുനേർ വരുന്നവരെയും നമ്മുടെ അടുക്കള വന്ന് കൈ നീട്ടുന്നവരെയും നമുക്ക് ഓർക്കുമ്പോൾ കാണുമ്പോൾ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തോണം. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന് ചെയ്തിട്ട് ദൈവം കണക്കാക്കുക. ഇവിടെ നിങ്ങൾ അത് രഹസ്യത്തിൽ ചെയ്യുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന ദൈവം എന്ത് ചെയ്യും? അതേ കുറിച്ചിടുകയും അത് നിങ്ങൾക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് നന്മയ്ക്ക് കണക്കാക്കും. തീർന്നില്ല, നിന്റെ പാഴ്ചെലവുകൾ ദൈവം ഒഴിവാക്കി തരും, കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കി തരും. ഇന്ന് വരക്കാലം ഞാൻ സ്നേഹമായി പറയുന്നു, കർത്താവ് പറയുന്നു, അവരെ ദൈവം തള്ളിക്കളഞ്ഞെന്ന്, കൊടുക്കാത്തവരെ തള്ളിക്കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു. അവരെ വിശ്വാസി വന്നവരാ, കൃപയെ വന്നവരാ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാനോട് കർത്താവ്, ഞാനിനി എന്തുമാത്രം മുമ്പോട്ട് വരാനുണ്ട്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലൊരു തീരുമാനമെടുക്കണം. കർത്താവ്, അല്പമെങ്കിലും ചെറിയ അണിവരലെങ്കിലും ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ഒന്ന് അനക്കാനായിട്ട് എനിക്ക് തന്നെ ഭൗതിക നന്മയിൽ എൻ്റെ ആരോഗ്യത്തിൽ എൻ്റെ ശരീരം കൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം. ഇനി ഒരു വാക്യം വായിച്ച് ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെ വാക്യം വായിച്ച്. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെ വാക്യം പെട്ടെന്ന് വായിച്ച്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത്, യഹോവയെ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ വായിച്ചു നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ, നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ പട്ടണത്തിലോ ദരിദ്രനായ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ, ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന് നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും, ആ ദരിദ്രനായ സഹോദരൻ നേരെ നീ എന്ത് ചെയ്യല്ലേ? കഠിനം ഹൃദയം ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ശാന്തമായി പോകല്ലോ കേട്ടോ, ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. എന്നെ പരിശുദ്ധൻ പറഞ്ഞു, ഇത് ജനത്തോട് പറയണം. ദരിദ്രന്മാരെ കൈ ഒഴിയല്ലേ, ഇല്ലാത്തവരെ കൈ ഒഴിയല്ലേ. ഒത്തിരി കൊടുക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറുത് ആണെങ്കിലും എന്ത് ചെയ്യണം? കൊടുക്കണം. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം പറയാണ്, ഒന്നിനു വായിച്ച പെട്ടെന്ന്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന് നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും. നിന്റെ ഹൃദയം കഠിനമാക്കല്ലേ, പിന്നെന്ത് ചെയ്യല്ലേ? കൈ അടയ്ക്കരുത്. നിനക്ക് ദൈവം തന്ന ഭൗതിക നന്മ നിനക്ക് മാത്രമുള്ളതല്ലെന്നാ പറഞ്ഞത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു പരിധി വരെ ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ രഹസ്യമായി നമുക്ക് വന്ന് വീഴും. മനസ്സിലായ സ്തോത്രം പറഞ്ഞേ, ആമേൻ. അടുത്ത വായിച്ച്. കൈ അവന് വേണ്ടി തുറന്ന്, നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് എന്ത് ചെയ്യണം? വായ്പ കൊടുക്കണം. ആമേൻ. ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ
അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ നീ അവൻ എന്ത് കൊടുക്കണം? വായ്പ കൊടുക്കണം. അടുത്തത് വിമോചന സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്ന് അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് നിന്റെ അടുക്കൽ അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വന്ന് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലുള്ള നിന്റെ വീട് നിറഞ്ഞിരിക്കുകയും നിന്റെ ഫുഡ് നിറഞ്ഞിരിക്കുകയും നിന്റെ അലമാരി നിറഞ്ഞിരിക്കുകയും നിന്റെ പേഴ്സ് നിറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ നീ വരുന്നവരോട് പറയുക ഇവിടെ ഒന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞ് നീ അവനെ ആട്ടിവിടുമ്പോൾ, നീ അവനെ നോ എന്ന് പറഞ്ഞു വിടുമ്പോൾ അത് രഹസ്യത്തിൽ കാണുന്നൊരു ദൈവമുണ്ടെന്ന്. എൻ്റെ പൊന്നു പാസ്റ്റർ, എന്നാ ഉണർവായിരുന്നു! മുഴുവൻ ഉണർവും തല്ലി കെടുത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. തല്ലിക്കെട്ടതിനായി സ്തോത്രം. എനിക്കത് തല്ലിക്കെടുന്ന ഇഷ്ടമാണ്. ഉണർവൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇതകത്തോട്ടൊന്ന് കയറണം. നിന്റെ കയ്യിലുള്ളപ്പോൾ ഒരു കാര്യം ഞാൻ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ തലമുറയിലെ വലിയ സമ്പന്നന്മാരുടെ തലമുറകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആലയിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടംപോലെ സമ്പത്തുകളും ബസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നവര് തലമുറകൾ കുടിച്ച് നശിപ്പിച്ച് ഒന്നുമില്ലാതാക്കി ഇന്നൊന്നുമില്ലാത്തവരായി കടത്തിനെ കിടക്കുന്നവരെ എനിക്കറിയാം. നമ്മുടെ കാലത്ത് തട്ടിയും മുട്ടിയും പോയതല്ല ആൻറ്റി വിഷയം. നീ മരിച്ചു കഴിഞ്ഞിട്ട് നിന്റെ തലമുറ അനാഥമായി പോകാൻ പാടില്ല. നാട്ടുകാർ പറയല്ലേ, ആ അച്ഛൻ്റെ മോന് ആണ്ട് അമ്മാമ്മയുടെ മോൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം കണ്ടില്ല, ഗതികേട് കണ്ടില്ലേ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത്. വിതയ്ക്കേണ്ട സമയത്ത് നീ വിതച്ചോണം. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ, നേരെ ഒരു തുണി പോലും മുടുക്കാതെ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അനുഭവിക്കാൻ കഴിയാതെ കൈവിട്ടു പോകുന്നൊരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്ന ലോകം നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കരിസ്മായോത്തിന് വന്നൊരു ആൻറ്റിയുണ്ട് അഞ്ചൽക്കുറ്റിക്കൽ നിന്ന്, സാമീപ്പൻ എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതൻ്റെ സഹോദരി ഇവിടെ വന്ന് ആരാധനയ്ക്ക് വന്നു. എന്നോട് 1 മണിക്കൂർ സംസാരിച്ചു. 1 മണിക്കൂർ സംസാരിച്ചു വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ എനിക്ക് ഇവിടുത്തെ സഭ ചർച്ചയെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത ആഴ്ചയോടെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാ വന്ന് ഇവിടെ ആരാധനയ്ക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. നമ്മുടെ ആനി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പൊടിയാടി ബന്ധപ്പെട്ടാണ് ഇവിടെ അവർ വന്നത്. ആനിയോടും പറഞ്ഞു ഈ അടുത്ത ആഴ്ച വരാൻ. ഈ ആഴ്ച തൊട്ട് അവർ വരാനിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ബംഗാളിയെ വീട്ടിൽ ജോലിക്ക് നിർത്തി. ബംഗാളി വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ പുറത്തു നിന്ന് അകത്തോട്ട് കയറി. 72 വയസ്സ് പ്രായം. ചായയുടെ സമയമായിട്ട് ചായയുമായിട്ട് വരുന്നില്ല. ബംഗാളി അകത്ത് നോക്കിയപ്പോൾ ബാത്റൂമിൽ കമന്ന് മരിച്ചു കിടക്കുക. ഞാൻ ചോദിക്കുന്നു, മനുഷ്യജീവിതത്തിന് എന്തർത്ഥം? നമ്മളെ ഉടുത്തിറങ്ങി വലിയ ഗമയടിച്ച് നടക്കാൻ നാളെ ആര് കാണുമെന്ന് ആർക്കറിയാം? പ്രസംഗിക്കുന്നത് ഞാനിവിടെ കാണുമോ കളക്ക് നിങ്ങളോട് കാണുമെന്ന് ആർക്കും അറിയത്തില്ല. അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. ദൈവം നിന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അത് മാറ്റിവെക്കരുത്. നിന്നോട് തന്നെ ദൈവം ചില കാര്യം സംസാരിക്കും. അവസാനം അത് മാറ്റിവെച്ചിട്ട് നിന്റെ മരണക്കടക്കയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നിന്നെയും എന്നെയും ബാധിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. നിനക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്റെ തലമുറ അത് കൊയ്തിരിക്കും. കൈയടിച്ച് സ്തോത്രം പറ. ഇന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ സ്തോത്രം പറഞ്ഞേ. ആമേ. സമയം എൻ്റെ മുമ്പിൽ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് പറക്കാനും ദൈവമക്കളെ ആമേൻ, നിന്റെ 100 ഉള്ളെങ്കിലും 10 കൊടുക്കാൻ തയ്യാറാകെ, 500 ഉള്ളെങ്കിലും 50 കൊടുക്കാൻ തയ്യാറാകെ. ഒന്ന് കൊടുത്ത് തുറന്നു ഒന്ന് കൊടുത്ത് നോക്കിക്ക്, നന്മയുടെ വഴികൾ ദൈവം തുറക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാണ്, പറയാണ് മോളെ വായിച്ച ഭാഗത്തോട് ബാക്കിയോട് വായിച്ച്. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് നീ കൊടുക്കാതെ അവനെ ആട്ടി ഇറക്കുമ്പോൾ, അവന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൻ ദീർഘശ്വാസം വിട്ട് അവനെ മനസ്സ് കലങ്ങിയാൽ, അടുത്തത് അത് നിനക്ക് പാപമായി തീരുകയും അത് നിനക്ക് എന്തായി തീരും? പാപമായി തീരും. എന്ന് പറഞ്ഞേ നീ ചീത്ത വിളിച്ചോ? അവനെ പറ, ചീത്ത വിളിച്ചോ? ഇല്ല. നീ അവനെ അടിച്ചോ? പറഞ്ഞേ പെട്ടെന്ന് പറ, സമയമില്ല. നീ അവനെ അടിച്ചോ? ഇല്ല. ഒന്നും ചെയ്തില്ല. അവൻ വന്നു, അവൻ തിരിച്ച് റിവേഴ്സ് കയറിപ്പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അവന് അതിനെ ഗതി കളിപ്പിക്കാൻ വരുന്നവരുണ്ട് കേട്ടോ. ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു ശരിയായി ജെനുവിൻ കേസാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ നമ്മുടെ മനസ്സിലോട് ദൈവം തന്നെ പറയും ഇത് കൊടുക്കേണ്ടതാണെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അനുഭവം? ചില നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി പരിശുദ്ധമ പറയും ഇത് ജെനുവിൻ കേസാണ്, കൊടുക്കണം. അങ്ങനെ ദൈവം നിന്നോട് ആത്മാവിൽ ഇടപെട്ടിട്ടും ഇത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, അവൻ കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടും നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഗേറ്റിന്റെ അവിടെ നിന്ന് നെഞ്ചത്തിലടിച്ചോട്ട് ഇങ്ങനെ നോക്കി വെച്ച് പോയാൽ, അവന്റെ ആ ശ്വാസം, ആ കണ്ണുനീരിന്റെ ആ ശ്വാസം നിനക്ക് എന്തായി മാറുമെന്നാ പറഞ്ഞത്? ഉറക്ക പറ. അതിന് പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യണ്ട. നീ കൊടുക്കാതിരിക്കുന്നതിനെ പാപമാന്നാ പറഞ്ഞത്. ആമേൻ. സ്തോത്രം പറഞ്ഞേ. ആമേൻ. എളിയവരെ ആദരിക്കുന്നവർ പറ ഭാഗ്യവാന്മാരാ. നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല. അടുത്ത വാക്യം, ബാലസമൂഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. നമുക്കിന്ന് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് അനുഗ്രഹം മേടിക്കണം. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. മോളെ അടുത്തൊന്ന് വായിച്ചെടുത്ത്. നീ അവന് കൊടുത്തേ മതിയാവൂ. ഓ, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം മോശം പറയാം, നീ അവന് കൊടുത്തേ മതിയാകൂ. ഇന്ന് പ്രേസന്റ് സഭയോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ കൊടുത്തേ മതിയാകൂ. എന്നോട് ആത്മാവ് പറയുന്നു, എന്നോട് ചേർത്താ പറയുന്നത്, എന്നെ ഒഴിച്ചല്ല പറയുന്നത്, എന്റെ മനസ്സാക്ഷിയോട് ചേർത്ത് ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു, കൊടുത്തേ മതിയാകൂ. നിന്റെ അന്യഭാഷയേക്കാൾ, നിന്റെ കൈയടിയേക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം നീ കൊടുക്കുന്നതാ. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ, നീ കൊടുത്തേ മതിയാകൂ. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ, നീ കൊടുത്തേ മതിയാകൂ. നീ ഇട്ട ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം പൊട്ടിച്ച് എല്ലാം കൂടെ വാരി വതിരി കൊടുത്തേച്ച് നീ ഇവിടെ പട്ടിണി കിടക്കണമെന്നല്ല ഈ പറഞ്ഞത്. അല്പം പ്ലീസ്. അന്യമാരെ എത്രയോ സാരിയാണ് പെരയ്ക്കാതിരിക്കുന്നത്, പൊടിഞ്ഞു പോയിട്ടില്ലേ? എല്ലാ കല്യാണത്തിനും ഓരോ സാരി മേടിക്കും, ഒന്നുടുക്കും, പിന്നെ മടക്കി അവിടെ വെക്കും, വേറെ പൊടിച്ച് അത് പൊടിഞ്ഞ് അവിടെ ഇരിക്കും. അടുത്ത കല്യാണം വരുമ്പോൾ വേറൊരു സാരി മേടിക്കും. അങ്ങനെ 100-200 സാരിയുള്ള അമ്മമാർ ഇതിരിപ്പുണ്ട്. എടുത്ത് കൊടുക്ക, നന്മ ഉണ്ടാകും. ഞാൻ തിരുവല്ല ജോലി ചെയ്ത കാലത്ത് ഒരമ്മ അറ്റാക്കാട് മരിച്ചുപോയി. ഞാൻ ഇന്നാളെ പറഞ്ഞു, ഒന്നുകൂടെ അല്ലാതെ പുതിയ ആളുകളുണ്ടല്ലോ. അറ്റാക്കാട് മരിച്ചുപോയി. അപ്പോൾ അച്ചാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അച്ചാരൻ പ്രാന്തായിപ്പോയി. അമ്മ അത്ര സ്നേഹമായിരുന്നു. അച്ഛൻ വന്നുകൊണ്ട് എന്ത് അറിയാമോ, അലമാരിക്കകത്ത് മുഴുവൻ സാരി വലിച്ചു വിട്ടിട്ട് ഇട്ടിട്ട് ആ സാരി കൊണ്ട് അവളെല്ലാം അങ്ങ് അലങ്കരിച്ചു. 100 സാരി കൊണ്ട് ആ ശവം കൊണ്ടുവരുന്ന വീടിന് 4 പാടും മുട്ടു കുത്തി അങ്ങ് അലങ്കരിച്ചു. അല്ല എന്തെടുക്കാനാ? എന്നിട്ട് ചെയ്ത് കേൾക്കണോ, അമ്മാമ്മയ്ക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ പറയാ പറ, ചില വായിക്കൂടെ വെള്ളം ഒഴുകുന്നു. പരിപ്പുവട. ഞാൻ ഇവിടെ പറഞ്ഞു, പരിപ്പുവട കാലമായി നമ്മുടെ നാട് മാറി. കിലോമീറ്റർ ഇടപെട്ട് ഇപ്പോൾ പരിപ്പട കടകൾ തുടങ്ങിയിരിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരെ നാട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. അവരെല്ലാം മൂലയ്ക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വാങ്ങുന്നു, തിന്നുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ അമ്മാമ്മയ്ക്ക് പരിപ്പട ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അമ്മാമ്മ എന്തെന്നറിയാം, ഈ അച്ഛൻ എന്തെന്നറിയാം,
സാങ്കുട്ടി നടന്ന സംഭവമാണ്. സാങ്കുട്ടി എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. നടന്ന കാര്യമാണ്. 50 പരിപ്പോടെ മേടിച്ചു. റീത്തിന് പകരം പരിപ്പോടെ നെഞ്ചത്ത് വെച്ചു. ആ, തിന്നടി തിന്നെ, കഴിക്കടി കഴിക്ക. ജീവിച്ച കാലത്ത് ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തിട്ടില്ല. സ്തോത്രം. ചിലരെൻ്റെ ദൈവമേ റീത്തുമായി വരുന്ന വരവ് കാണണം. ആനയുടെ കാല് പോലുള്ള റീത്ത് മട്ട വരുന്നത്. ആരുടെ മണ്ടയ്ക്ക് വെക്കാനാ? അവർ തന്നെ പറയും, എൻ്റെ പൊന്നെ ഞാൻ ജീവിച്ച കാലത്ത് തന്നെ ഇഷ്ടംപോലെ ഭാരം വഹിച്ചതാ, ഇതുകൂടെ നെഞ്ചത്ത് വെച്ച് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാമെന്ന് പറയും. എന്നിട്ട് പിന്നെ നല്ല മനുഷ്യർ എടുത്തെടുത്ത് എന്ത് ചെയ്യും? മാറ്റും. ഞാൻ പറയുന്ന ആൻറ്റി അങ്കിളെ ആ റീത്തിൻ്റെ പൈസയൊക്കെ ദയവ് ചെയ്ത് ഒരു ഹോർലിക്സ് മേടിച്ച് അമ്മമ്മയ്ക്ക് കലക്കി കുടിക്കട്ടെ. അയ്യോ, സ്വതം പറഞ്ഞാണോ? ആർക്കാണ്ട് ഏറ്റവും തോന്നുന്നു. തന്നമാർക്കും തള്ളമാർക്കും വെള്ളം കൊടുക്കാതെ നീ നിന്റെ ഭാര്യയും പിള്ളേരും കൂടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അടിച്ച് കറങ്ങി നടക്കരുത് കേട്ടോ. എന്നിട്ട് ഹല്ലേലൂയ, ഐ ലവ് യു ജീസസ് ഞായറാഴ്ച. ആർക്ക് വേണം നിന്റെ ഹല്ലേലൂയ? എടാ, ആദ്യം ജീവിക്കാൻ നോക്ക്. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നതോടുകൂടി ഞാൻ പറയുന്നത് പ്രേസന്റർ മാത്രമല്ല, നീ ചെയ്യേണ്ട കാര്യം നീ ഇവിടെ ചെയ്യണം. ശ്വാസം പോയിട്ട് വെന്റിലേറ്റർ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ വീട്ടിൽ വരുന്ന ആരാധനയും അഗതിയും ഇറങ്ങിപ്പോകുമ്പോൾ അവൻ ദീർഘശ്വാസം വിട്ടാൽ അത് നിനക്ക് പാപമാണെന്ന്. ഓ, എനിക്കങ്ങ് ഭയങ്കര അഭിഷേകം ഇപ്പം ഇത് പറയാനായിട്ട്. അമ്മ ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സ് കുറ്റബോധത്തോടുകൂടിയാണ് പറയുന്നത് കേട്ടോ. ദൈവം ഉദ്ദേശിക്കുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുറ്റബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ സാട കുടഞ്ഞെഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ അടുക്ക വരുന്നതോടെങ്കിലും സ്തോത്രം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക. മോളെ ആ വാക്യം ഒന്ന് വായിച്ചു നിർത്തിക്കേ. നീ കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. അയ്യോ, അതിൻ്റെ അടിയൊന്ന് വരച്ചോ മോളെ, അതൊന്ന് ഉറക്കൊന്ന് വായിച്ചേ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നമ്മളെങ്ങനെ കൊടുക്കുന്നറിയോ? എന്തോ ചെയ്യാൻ രാവിലെ വന്ന് പെരയുടെ മുമ്പിൽ നിൽക്കുക, എന്തോ നിന്ദ്യത പോകത്തിൽ നമ്മൾ കൊടുക്കുന്ന മിക്കവാറും പോകാൻ വേണ്ടിയാ. കൊടുക്കാൻ വേണ്ടി കൊടുക്കുകയല്ല, ഈ ആള് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. എന്നിട്ട് നമ്മൾ ഞാൻ ആ ഭാഷ നിങ്ങളാരും ആ ഭാഷ ഉപയോഗിക്കല്ലേ, ഞാനങ്ങ് ഉപയോഗിച്ചതേ ഉള്ളൂ. വല്ല ചാതിലും ബാക്കി ഞാൻ പറയുന്നില്ല, പറഞ്ഞ റെക്കോർഡായിപ്പോവും. വല്ല ചാലും പോട്ടെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് നീ വ്യസനം തോന്നി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം? ഉറക്ക പറ. അവൻ ചിരിച്ചോടെന്ന് പറഞ്ഞ് ഈ അടുത്തമ്പഴത്തിരിക്കുന്ന മുഖത്തോടെ നോക്കി കൈ കൊടുത്തിട്ട് പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യിക്കാറില്ല, പക്ഷെ ഇത് ചെയ്തേ ഒക്കത്തുള്ളൂ. അച്ഛൻ മുഖത്തോടെ നോക്കി കൊടുക്കച്ചാ, ഒന്ന് കുലുക്കുക, അച്ഛൻ ഉറങ്ങുന്നു, ഒന്ന് കുലുക്കാൻ. കുലുക്കിട്ട് പറ. വ്യസനത്തോടെ എന്ത് ചെയ്യല്ലേ? ഒരു ഹിന്ദിക്കാരൻ സഹോദരൻ വന്നിട്ടുണ്ട്, യോനാച്ചാൻ ആ പുള്ളിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താ ഇപ്പോഴല്ല, വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്ത് ചെയ്യണം? നീ കൊടുത്തത് എന്ത് തോന്നല്ലേ? വ്യസനത്തോടെ പറ. ഉറക്കെന്ന് പറഞ്ഞേ. ആർക്കേലും 10 പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സ്നേഹത്തെ പറഞ്ഞു, കൊടുക്കല്ല വ്യസനത്തോടെ. അതിങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കാതിരിക്കുന്നത് നല്ലത്. പ്ലീസ് കൊടുക്കണ്ട. അതിൻ്റെ അടുത്തൊരു വാക്യം എന്നെ അങ്ങ് സന്തോഷിപ്പിച്ചു. ചില അമ്മച്ചിമാർക്ക് ഞായറാഴ്ച സഭാഗത്തിൽ വാക്യം സംഗീതത്തെ സന്തോഷിപ്പിക്കുന്ന പോലെ. ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവർത്തികളിലും സകല പ്രയത്നത്തിലും. കേൾക്കണേ, അത് പറഞ്ഞ് നിർത്താൻ പോയി. ബാക്കി ഇനി അടുത്ത ആഴ്ച തുടരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞ് നിന്റെ ദൈവമായ യഹോവ. എല്ലാരും കേൾക്കണേ, എല്ലാരും പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവർത്തികളിലും സകല പ്രവർത്തികളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ഓ, കൈയടിച്ച് സ്വന്തം പറഞ്ഞേ. ഇത്രയും കൈയടിച്ചാ പോരാ. ആമേൻ. പിടികിട്ടിയോ? കൈ പ്രൈസ് വർഷിപ്പ് ചെയ്തപ്പോൾ അനുഗ്രഹിക്കുമെന്നല്ല, ഐ ലവ് യു ജീസസ് പറഞ്ഞപ്പോൾ അനുഗ്രഹിക്കുമെന്നല്ല, നീ തുള്ളി ചാടിയപ്പോൾ അനുഗ്രഹിക്കുമെന്നല്ല. നിന്റെ വീട്ടിൽ വരുന്ന ദരിദ്രനോട് നീ കൈ അയച്ച് സഹായിച്ചു കഴിഞ്ഞാൽ, മനസ്സുകൊന്ന് കൊടുത്തു കഴിയുമ്പോൾ
നമ്മുടെ വിഷയം എന്താ? രഹസ്യത്തിൽ കാണുന്ന ദൈവം, രഹസ്യത്തിൽ കാണുന്ന ദൈവം. വീണ്ടും ഞാൻ പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന ദൈവം നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. കൈയടിച്ച് സ്വതന്ത്രം പറ. സഭയിലെ ദൈവമക്കളോട് ദൈവം പറയുന്നു, നീ അങ്ങോട്ട് ചെയ്താൽ. ബൈബിളിൽ നിന്നൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടംപോലുണ്ട്. അബ്രഹാം ഇടയരി മാവിധം എടുത്ത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ 40 വർഷം ഏതായാലും 30 വർഷം പേർക്ക് ഫ്രീ ആയിട്ട് ദൈവം കൊടുത്തെന്ന്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. പിടിച്ചോട്ടെ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. പാടാൻ പോകുകയാണ്. ഈ പ്രസംഗം ഈ ഞായറാഴ്ചത്തേക്ക് മാത്രമുള്ളതല്ല. ഈ പ്രസംഗം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നല്ല പ്രസംഗമാണെന്ന് പറയാനുള്ള പ്രസംഗമേ അല്ലിത്. ഇത് നല്ല പ്രസംഗമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ബന്ധനം അഴിയണമെങ്കിൽ, നിന്റെ കെട്ടൊന്ന് പൊട്ടണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ, പാഴ്ചല ഒഴിവാക്കി തീരണമെങ്കിൽ, ദൈവത്തിനെ നിശ്ചയമായി അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, നീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, നീ ഇല്ല എന്ന് കരുതുന്നവരെ നീ കൈതാകുമ്പോൾ ദൈവത്തിനെ അനുഗ്രഹിക്കും. ഞാൻ ഹൂസ്റ്റൺ IPC സഭയുടെ ചാരിറ്റിയുടെ ചുമതല എനിക്ക് 3 വർഷം ഉണ്ടായിരുന്നു. ഹൂസ്റ്റൺ ചാരിറ്റി. അന്ന് ഷാരോന് ഹോളി വെച്ച് ഒരു സഹായ വിതരണം നടത്തി. ആ സഹായ വിതരണം നടത്തുന്നതിന് 2 ദിവസം മുമ്പ് സായിപ്പിന്റെ ഹോസ്പിറ്റലിലെ അന്നത്തെ മേട്ടറായിരുന്ന സഹോദരി, എനിക്ക് വളരെ പരിചയമുള്ള സഹോദരിയാണ്. അവരെന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പാസ്റ്ററുടെ മകൾ ഇവിടുത്തെ സെലക്ഷനിൽ ഫസ്റ്റ് റാങ്കിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, 5 പൈസ കയ്യിലില്ല. ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ മാറ്റിവെച്ചിരിക്കുക. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കൊടുക്കണമെന്ന്, പക്ഷേ കൊടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് അല്പം പൈസ കിട്ടിയാലേ ചേർക്കാൻ പറ്റത്തുള്ളൂ. പാസ്റ്റർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് സഹായ വിതരണം ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്ന് 3-4 സഹോദരങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പരസ്യമായിട്ട് അവിടെ പറഞ്ഞിട്ട് സഹോദരങ്ങൾ പറഞ്ഞു, ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകും, നന്മയായി തീരും. ആ പ്രിയപ്പെട്ടവർ അത് ഏറ്റെടുക്കുകയും ആ കുട്ടിയെ 4 വർഷം ഫീസ് കൊടുത്ത് പഠിപ്പിച്ചു. ഞാൻ അമേരിക്കയിലെ വിസിറ്റിങ്ങിന് പിന്നെ ചെന്നപ്പോൾ ആ കുട്ടി വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളുമായി സന്തോഷമായി പാർക്കുന്നു എന്ന് മാത്രമല്ല, അവളെ പലരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടി പലരെ പഠിപ്പിക്കുക. നീ ഒരു ചെറിയ ആണിവിരൽ അനക്കിയാൽ നിനക്ക് വേണ്ടി പെരുവിരൽ അനക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് റബല റൗഡ കൈയടിച്ച് സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. ഇന്ന് പൽക്കാലം ഒരു ശക്തമായ സന്ദേശമാണ്. ഈ എളിയവരെ കൈവിടല്ലേ. നമ്മളെന്താ ചെയ്യുന്നത്?
നമ്മുടെ പോലുള്ളവരെ നമ്മൾ വിളിച്ച് ഫുഡ് കൊടുക്കും. നമ്മളെപ്പോൾ സ്റ്റാൻഡ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വിളിക്കും. നമ്മളോട് തണ്ടിയും തരവും ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് ദൈവം ഇടുന്ന മാർക്ക് 0. നിനക്ക് സന്തോഷം കിട്ടി, പ്രതിഫലം ഇവിടെ തന്നെ കിട്ടി. പക്ഷെ പ്രതിഫലം അവിടെ വേണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യണം. ഇന്നത്തെ ദൂതം ആയുസ്യം മറക്കല്ലേ. എളിയവരോട് നീ കരുണ കാണിക്കണം. രഹസ്യത്തിൽ ചെയ്താൽ, രഹസ്യമായിട്ട് അല്ല ദൈവം നിന്നെ മാനിക്കുന്നത്, പരസ്യമായി ദൈവം നിന്നെ മാനിക്കും. കൈയടിച്ചുറക്കൊരു സ്തോത്രം പറഞ്ഞ് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് സ്തോത്രം പറയണം. കുഞ്ഞുങ്ങളൊക്കെ സ്തോത്രം പറയാൻ വളരെ ശബ്ദം കുറവാണ്. വീട്ടിലൊക്കെ ഭയങ്കര ശബ്ദമാണ്, കോളേജിൽ പോയാൽ ഭയങ്കര ശബ്ദമാണ്, സ്കൂളിൽ ഭയങ്കര ശബ്ദമാണ്. പക്ഷേ യോഗത്തിൽ വരുമ്പോൾ ശബ്ദമില്ല. നോ, ഇവിടെ വന്ന് നിങ്ങൾ കൂടുതൽ ശബ്ദമുണ്ടാക്കിയാൽ നിന്റെ ബുദ്ധി തെളിയും, നിന്റെ ശരീരം ദൈവത്തിന് മഹത്വമായി തീരും. കണ്ണുകൾ അടച്ച്